കത്തനാറിന്റെ ട്രെയിലർ ഇതിനോടൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. ട്രെയിലറിന്റെ ഈച്ച് ആൻഡ് എവരി ഫ്രെയിം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത്. അവരായി എടുത്തേക്കുന്ന എഫേർട്ട് ആ ട്രെയിലറിൽ തന്നെ കാണാനും പറ്റുന്നുണ്ട്. നമ്മുടെ പാപ്പൻ എന്തായാലും നീലയുടെ തലയിൽ ആണ് തറക്കത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 300 കോടിയൊന്നും അടുത്തൊരു അച്ചീവ് ചെയ്തേ ഇല്ല. പക്ഷെ നമ്മുടെ കത്തനാർ നീലയുടെ തലയിൽ ആണ് തറച്ചിരിക്കും. കത്തനാർ എന്തായാലും നമുക്ക് 100 കോടി തൊട്ട് എണ്ണി തുടങ്ങാം. അടുത്തത് നമ്മുടെ തലപതിയുടെ ജനനായകൻ. കഴിഞ്ഞ ദിവസം ജനനായകൻ ജൂലൈയിലോട്ട് റിലീസ് മാറ്റി എന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷെ ഇപ്പോൾ ജനനായകന്റെ റിലീസിനെ പറ്റി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജനനായകൻ ഈ മാസം, ഇപ്പൊ ഏപ്രിൽ തുടങ്ങിയല്ലോ, ഈ മാസം 24 അല്ലെങ്കിൽ 30 റിലീസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റുകൾ വരുന്നത്. പക്ഷെ എന്തൊക്കെയോ ഇവിടേക്ക് ഒരു കുഴപ്പമുള്ളതുപോലെ റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അടുത്തത് AA25. നമ്മുടെ അല്ലു അർജുൻ 25ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങ് കേരളത്തിൽ നിന്ന് നമ്മുടെ ബേസിലാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ അടുത്ത വർഷം ആരംഭിക്കുന്നതായിരിക്കും. ബെൻസ് ലോറൻസ് നായകനായി, നമ്മുടെ നിവിൻ പോളി വില്ലനായിട്ട് എത്തുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മുടെ ലോകേഷ് കനകരാജ് എഴുതി ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. 70% ഷൂട്ടിംഗ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി എലീസ ദാസ് വരെ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബെൻസിലേക്ക് ലിയോയിൽ നിന്ന് ഒരാൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. മറ്റൊരു രീതി പറഞ്ഞ ലിയോയിൽ ഒരു ക്യാരക്ടർ ബെൻസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മൻസൂർ അലി ഖാനാണ്. സിനിമ ഈ വർഷം നവംബർ റിലീസായിട്ട് എത്തുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. അത് മാത്രമല്ല ലിയോയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ആയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. ലിയോയിന് അതിന് ക്യാമിയോ ആയിട്ട് വല്ല വരുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പുള്ളിയുടെ റെഫറൻസ് എന്തായാലും സിനിമയിൽ ഉണ്ടായിരിക്കും. അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വിജയ് ഫാൻസിന് അർമാദിക്കാനായിട്ടുള്ള സാധനം ബെൻസിലുണ്ടായിരിക്കും. വേണമെങ്കിൽ തലപതിയുടെ ഈ ലുക്ക് കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം തലപതിക്ക് ഇപ്പൊ ലിയോയിലെ ലുക്ക് ആണെന്നും തലപതി ബെൻസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും. വെറുതെ അങ്ങനെ തല്ലു മറിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പിന്നെ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസ് ഇങ്ങനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.